ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓണസദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഡ്രൈ ആയിട്ടുള്ള അവിയൽ. ഇതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റാമെന്ന് നോക്കാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, 1/4 ടീസ്പൂൺ ജീരകം, 2-3 നുള്ളു മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ചുവന്നുള്ളി 7 എണ്ണം ചേർക്കാം. ഭയങ്കര ചെറിയ ചുവന്നുള്ളിയാണെങ്കിൽ 10-11 ചുവന്നുള്ളി ചേർക്കാം. ഇതിലോട്ട് ഞാൻ വെള്ളം ചേർക്കാണ്ട് ഇതിനെ ഒന്ന് ഒതുക്കിയെടുക്കാൻ പോവാണ്. വെള്ളം ചേർക്കുകയാണെങ്കിൽ തന്നെ 1-2 ടീസ്പൂൺ മാത്രം ചേർക്കുക. ഇതിനെ ഒരുപാട് പേസ്റ്റ് ആക്കരുത്. ഒന്ന് അരച്ചെടുത്ത് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അവിയലിലോട്ടുള്ള പച്ചക്കറികൾ എപ്പോഴും നീളത്തിലാണ് അരിയേണ്ടത്. നീളത്തിലരിഞ്ഞ 500 ഗ്രാം പച്ചക്കറിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ചേന, പച്ചക്കായ, പടവലങ്ങ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പംകിൻ, മുരിങ്ങാക്കോല്, കുമ്പളങ്ങ, ബീൻസ്, പിന്നെ ഇതിലോട്ട് കുറച്ച് കൊത്താമരയ്ക്ക ചേർത്തിട്ടുണ്ട്. കൊത്താമരയ്ക്ക ചേർക്കുമ്പം അവിയലിനൊരു പ്രത്യേക രുചി തന്നെയാണ്. കൊത്താമരയ്ക്ക കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ചേർത്താൽ മതി. പക്ഷെ ഇത് വേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും വെള്ളം കുറവ് തോന്നുവാണെങ്കിൽ പിന്നീട് ചേർക്കുമ്പം ചൂടുവെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അവിയലിനൊരു പ്രത്യേക സ്വാദ് കിട്ടാൻ 1 നുള്ള് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇത് കൂടി പോകാൻ പാടില്ല. ഈ സമയത്ത് ഇതിലോട്ട് ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല, കാരണം ഉപ്പ് ആദ്യമേ ചേർക്കുകയാണെങ്കിൽ ചില കഷ്ണങ്ങൾ വെന്ത് കിട്ടാൻ കൂടുതൽ സമയമെടുക്കും. ഇതിനെ ഒന്ന് മൂടി വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 90% വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫോക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ഇതുപോലെ വിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കുറച്ചെങ്കിലും വെള്ളത്തിൻ്റെ അംശം വേണം, ഇല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഒരുപാട് കൂടി പോകരുത്. അതിനുശേഷം ഇതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ നടുക്കിലോട്ട് ഞാനൊരു 1/4 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുളി അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. കൂടുതൽ പുളി ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർക്കാം. പച്ചക്കറികൾ വേവിക്കുമ്പം ഏകദേശം 70% വെന്ത് കഴിയുമ്പം ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത്. ഞാൻ അപ്പം ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോഴാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇതിന് ഞാൻ മിക്സ് ഒന്നും ചെയ്യുന്നില്ല. ഒരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം. 5-6 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നന്നായിട്ട് സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 2 തണ്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് 2-3 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്യുവാണെങ്കിൽ ഇതിലത്തെ ഫ്ലേവേഴ്സ് എല്ലായിടത്തും നന്നായിട്ട് പിടിച്ച് ഈ ഒരു അവിയൽ പ്രത്യേക രുചിയായിരിക്കും. അങ്ങനെ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഈസി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി വീഡിയോയുമായി അടുത്ത തിങ്കളാഴ്ച കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.